സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരത്തും കണ്ണൂരും മലയോര മേഖലകളിൽ തോരാതെ മഴ. ചെറുപുഴയിലുണ്ടായ വെള്ളപ്പാച്ചിലിൽ 2 വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. തിരുവനന്തപുരം തെങ്കാശി റോഡിൽ വെള്ളം കയറി. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരത്ത് അടുത്ത 3 മണിക്കൂർ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. SP ശ്രീനന്ദ ചേരുന്ന വിവരങ്ങളുമായി. ശ്രീനന്ദ, സംസ്ഥാനത്താകെ കനത്ത മഴ തന്നെയാണ്. പുതിയ മഴ മുന്നറിയിപ്പുകളൊക്കെ എങ്ങനെയാണ്? രോഹിണി, 14 ജില്ലകളിലും അതിശക്തമായ മഴയായിരിക്കും വരും മണിക്കൂർ ഉണ്ടാവുക എന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നത്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് 10 ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ അതിശക്തമായ ഇടിയോടുകൂടിയ മഴയ്ക്കാണ് ഇനിയുള്ള സംസ്ഥാനത്തൊട്ടാകെയുള്ള ജില്ലകളിൽ ഉണ്ടാകാൻ പോകുന്നതെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. തിരുവനന്തപുരത്ത് കുറച്ചു മുൻപ് വരെ ശക്തമായ മഴ തന്നെയായിരുന്നു. തെങ്കാശി ഉൾപ്പെടെയുള്ള റോഡുകളിൽ വെള്ളം കയറുകയും ഗതാഗതം തടസ്സപ്പെടുകയുമുള്ള സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായത് നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോഴും മഴ ചിലയിടങ്ങളിൽ മലയോര മേഖലയിൽ ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. തിരുവനന്തപുരം നഗരപരിധിയിൽ കുറച്ചു മുൻപ് വരെ അതിശക്തമായ മഴയായിരുന്നു. ഇപ്പോഴാണ് മഴയ്ക്ക് ഒരു ചെറിയ ശമനം ഉണ്ടായിരിക്കുന്നത്. നാളെയും മറ്റ് ജില്ലകളിൽ ശക്തമായ മഴ തുടരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെയും നിരവധി ജില്ലകളിൽ അലേർട്ടുകളൊക്കെ നൽകിയിട്ടുണ്ട്. എന്തായാലും 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തിരുവനന്തപുരം നഗരത്തിൽ അടുത്ത 3 മണിക്കൂർ അതിശക്തമായ മഴയായിരിക്കും. യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നതെങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തി ജാഗ്രതകൾ പുലർത്തണമെന്ന കാര്യം മുൻനിർത്തിക്കൊണ്ട് ഓറഞ്ച് അലേർട്ടാണ് അടുത്ത 3 മണിക്കൂർ തിരുവനന്തപുരം നഗരത്തിലൊട്ടാകെ നൽകിയിരിക്കുന്നത്. എന്തായാലും മലയോര മേഖലയിൽ അതിശക്തമായ മഴയും അതുപോലെ തന്നെ ഇടിമിന്നലോട് കൂടിയ ഒരു സാഹചര്യവുമാണ് നിലവിലുള്ളത്. എന്തായാലും അടുത്ത ഞായറാഴ്ച വരെ ശക്തമായ മഴ തുടരും എന്നൊരു കാര്യമാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് നമുക്ക് ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്നത്. രോഹിണി.